നമസ്കാരം. ഇന്ന് ജൂൺ മാസം 15-ാം തീയതിയാണ്, തിങ്കളാഴ്ച ദിവസം. സൂര്യഭഗവാൻ ഇടവം രാശിയിലെ സഞ്ചാരം അവസാനിപ്പിച്ച് മിഥുനം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ദിവസം. മലയാള മാസം മിഥുനം 1 ഇന്ന് ഈ സൂര്യസംക്രമണത്തിന് ശേഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് നാളെ, അതായത് ജൂൺ 16 ചൊവ്വാഴ്ച. ജ്യോതിഷപ്രകാരം ഒരു വലിയ ഗ്രഹമാറ്റം നടന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം മുതൽ പ്രപഞ്ചത്തിൽ വലിയ ഊർജ വ്യതിയാനങ്ങൾ ദൃശ്യമാകും എന്നതാണ്. അതുകൊണ്ട് തന്നെ മിഥുന സംക്രമണത്തിന് ശേഷം വരുന്ന ഈ ആദ്യ ചൊവ്വാഴ്ച, അതായത് നാളത്തെ ദിവസം മുതൽ ചില പ്രത്യേക രാശിക്കാർക്കും അതിൽ വരുന്ന നക്ഷത്രക്കാർക്കും വലിയ മാറ്റങ്ങൾ ലഭിക്കുന്നതായ ഒരു ദിവസമാണ്. ചൊവ്വാഴ്ചയാണ്, ചൊവ്വയുടെ പ്രത്യേകതയുണ്ട്. കൂടാതെ സൂര്യൻ്റെ പുതിയ രാശിസ്ഥിതി കൂടി ചേരുമ്പോൾ ഈ രാശിക്കാരുടെ ദൗർഭാഗ്യങ്ങളൊക്കെ മാറി ഭാഗ്യകാലമായിരിക്കും ആരംഭിക്കുന്നത്. ഏതൊക്കെയാണ് ആ ഭാഗ്യരാശികൾ? അവർ നാളെ മുതൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് ഇന്നത്തെ അധ്യായത്തിലൂടെ നമുക്ക് പൂർണ്ണമായൊന്ന് മനസ്സിലാക്കാം. സൂര്യൻ മിഥുനം രാശിയിലേക്ക് മാറിയത് ഇന്നത്തെ ദിവസമാണെങ്കിലും അതിൻ്റെ പൂർണ്ണമായ ഫലങ്ങൾ നമ്മൾ മനുഷ്യരിലേക്ക് ഇറങ്ങി വരുന്നത് നാളെ ജൂൺ 16 ചൊവ്വാഴ്ച മുതലായിരിക്കും. നമുക്കറിയാം, ജ്യോതിഷത്തിൽ ഭഗവാൻ സൂര്യൻ എന്നാൽ അധികാരം, തൊഴിൽ, ആരോഗ്യം, പിതാവ് എന്നിവയുടെ പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. ബുധൻ്റെ സ്വക്ഷേത്രമായ മിഥുനത്തിൽ ഭഗവാൻ സൂര്യൻ എത്തുമ്പോൾ ബുധാദിത്യ യോഗത്തിൻ്റെ ഗുണങ്ങളാണ് ദൃശ്യമാകുന്നത്. നാളെ ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ചയായതിനാൽ ഹനുമാൻ സ്വാമിയുടെയും ഭദ്രകാളിയുടെയും അതേപോലെ ചൊവ്വാദോഷ പരിഹാരങ്ങളുടെയും ഒക്കെ ദിവസം കൂടിയാണ് നാളെ. ചൊവ്വാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സൂര്യമാറ്റം ചില രാശിക്കാർക്ക് ഇരട്ടി ശക്തിയും സാമ്പത്തിക നേട്ടങ്ങളെയും സമ്മാനിക്കും. നാളെ മുതൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാകാൻ പോകുന്ന ആ പ്രധാന രാശിക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിയാണ് അതിലാദ്യത്തേത്. ഈ സൂര്യമാറ്റം കൊണ്ട് നാളെ മുതൽ ഏറ്റവും വലിയ നേട്ടങ്ങൾ ലഭിക്കുന്നതും മേടം രാശിക്കാർക്കാണ്. നിങ്ങളുടെ രാശിയാധിപനായ ചൊവ്വയുടെ ദിവസമാണ് നാളെ. അപ്പോൾ നാളെ ജൂൺ 16 നിങ്ങൾക്ക് അനുകൂലമായ ദിവസം, സമയമൊക്കെ തന്നെയായിരിക്കും. സൂര്യൻ 3-ാം ഭാവത്തിലേക്ക് മാറിയതിനാൽ ധൈര്യം ഉണ്ടാകും. അതിലുപരി ഏത് കാര്യത്തെയും ചെയ്തു പൂർത്തിയാക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസവും നിങ്ങൾക്ക് വർദ്ധിക്കുന്നതായ ദിവസമായിരിക്കും. മുടങ്ങിക്കിടന്ന ബിസിനസ് ചർച്ചകൾ വരെ ഉണ്ടെങ്കിലും നാളെ അത് വിജയകരമായി പൂർത്തിയാക്കി പുതിയ ഡീലുകളൊക്കെ ഉറപ്പിക്കാനും സാധിക്കും. കടബാധ്യതകളിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നതായ ചില കാര്യങ്ങൾ, അതായത് ചെറിയൊരു ലോട്ടറി അടിച്ചാൽ പോലും തൽക്കാലമുള്ള ചെറിയ കടങ്ങളെ എന്തെങ്കിലുമൊക്കെ നാളത്തെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് വീട്ടുവാനും സാധിക്കുന്നതാണ്. അംഗീകാരങ്ങളൊക്കെ തേടിയെത്തുന്ന ഒരു ശുഭ ദിവസമാണ് മേടം രാശിക്കാർക്ക് നാളത്തേത്. മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാർക്കും നിങ്ങളുടെ രാശിയാധിപനായ സൂര്യൻ ലാഭസ്ഥാനത്തേക്ക് മാറിയതിൻ്റെ ആദ്യ ഫലങ്ങൾ നാളത്തെ ദിവസം നിങ്ങൾക്ക് കാണും. സാമ്പത്തികമായി കഷ്ടപ്പാടുകൾ അനുഭവിച്ചിരുന്നവർക്ക് ചില പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടുന്നതായ ദിവസം കൂടിയാണ്. അതേപോലെ സമൂഹത്തിൽ നിങ്ങളുടെ പദവിയും നിലയും വിലയും വർദ്ധിക്കുന്ന ദിവസം കൂടിയാണ്. കൂടാതെ പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാനും സാമ്പത്തിക നിക്ഷേപങ്ങൾ തുടങ്ങാനും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചിങ്ങക്കൂറുകാർക്ക് നാളത്തെ ദിവസം വളരെയധികം അനുകൂലമായ ദിവസം തന്നെ. ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നി രാശിക്കാർക്കും നിങ്ങളെ സംബന്ധിച്ച് 10-ാം ഭാവത്തിലെ സൂര്യസ്ഥിതി കർമ്മമേഖലയിൽ വലിയ മാറ്റങ്ങൾ തരുന്നതായ ഒരു ദിവസമായിരിക്കും നാളെ. തൊഴിലില്ലാതെ വിഷമിക്കുന്ന തൊഴിൽ രഹിതരായവർക്ക് നാളെ ജൂൺ 16 നല്ല അവസരങ്ങളുടെ ദിവസമായിരിക്കും. നിങ്ങൾ മുട്ടുന്ന വാതിലുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നതായ ദിവസം. സർക്കാർ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവുകയും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റത്തിനുള്ള ചർച്ചകളൊക്കെ ആരംഭിക്കുകയും ചെയ്യുന്നതായ ദിവസം. അപ്പോൾ നാളെ മേലധികാരിയിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെ വലിയ പിന്തുണ ലഭിക്കുന്നതായ ഒരു ദിവസമായിരിക്കും. അവിട്ടം, ചതയം, പൂരുരുട്ടാതി കുംഭം രാശിക്കാർക്കും നാളത്തെ ദിവസം ഭാഗ്യം തുണയ്ക്കുന്നതാണ്. 5-ാം ഭാവത്തിലെ സൂര്യൻ്റെ സാന്നിധ്യം
നിങ്ങളുടെ ബുദ്ധിശക്തിയും ക്രിയാത്മകതയും വർദ്ധിപ്പിക്കുന്നതായ ദിവസമാണ്. വിദ്യാർത്ഥികൾക്ക് നാളത്തെ ദിവസം പഠനകാര്യങ്ങളിൽ മികച്ച തുടക്കം കുറിക്കാനായി സാധിക്കും. പുതിയ കോഴ്സ് എന്തെങ്കിലും എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, നാളത്തെ ദിവസം ഈ കോളേജിൽ അഡ്മിഷൻ ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് ആപ്ലിക്കേഷൻ അയക്കുന്നവർക്കൊക്കെ നാളത്തെ ദിവസം ശുഭകരമാണ്. അതിനാൽ നാളെ ചെയ്യുന്ന പ്രധാന കാര്യങ്ങൾ നിങ്ങൾക്ക് വിജയകരമായി തന്നെ മാറും. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കും നാളെ ചില നല്ല വാർത്തകൾ, നല്ല സൂചനകൾ അതുമായി ബന്ധപ്പെട്ട് കേൾക്കാനുള്ള ഭാഗ്യവും ഉണ്ടാകും. കുടുംബത്തിൽ മനസ്സമാധാനവും സന്തോഷവും തിരികെ ലഭിക്കുന്നതായ ഒരു ദിവസവും സമയവും ആയിരിക്കും നാളെ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത്. അപ്പോൾ നാളെ മിഥുനമാസത്തിലെ ആദ്യ ചൊവ്വാഴ്ചയാണ്. സൂര്യദേവൻ്റെയും ചൊവ്വ ഭഗവാന്റെയും പൂർണ്ണ അനുഗ്രഹം ലഭിക്കാനും ദോഷഫലങ്ങൾ അകറ്റാനും നമ്മൾ ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല, ലളിതമായ കാര്യങ്ങൾ തന്നെ. അതായത് നാളെ രാവിലെ, ചൊവ്വാഴ്ച ദിവസമാണെന്ന് മറക്കണ്ട, നാളെ ചൊവ്വാഴ്ച രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഭഗവാൻ സൂര്യനെ വന്ദിക്കണം. രാവിലെ തന്നെ എഴുന്നേൽക്കണം, 10 മണിക്കൊന്നും അല്ല എഴുന്നേൽക്കേണ്ടത്. ഒരു ചെമ്പ് പാത്രമില്ലെങ്കിൽ സാധാരണ ഒരു പരന്ന പാത്രം മതി. അതിൽ ശുദ്ധമായ കുറച്ച് ജലമെടുത്ത് ഭഗവാൻ സൂര്യന് സമർപ്പിക്കുക. ജാതകത്തിൽ എന്ത് സൂര്യദോഷങ്ങളുണ്ടെങ്കിലും മാറി ഭാഗ്യം തെളിഞ്ഞ് നിങ്ങളിലേക്ക് വരാൻ സഹായിക്കും. അപ്പോൾ ഒരു പാത്രത്തിലെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അല്പം കൈക്കുമ്പിളിൽ ജലമെടുത്തായാലും ഭഗവാന്, അതായത് സൂര്യഭഗവാന് അർഘ്യം സമർപ്പിക്കുക. നമ്മൾ വിചാരിക്കും ഭഗവാൻ സൂര്യനെ പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടുമെന്ന്. നമ്മുടെ ജീവിതത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരുന്നത് ആരാണ്? ഭഗവാൻ സൂര്യനല്ലേ. അതേപോലെ ഒരു വെളിച്ചമാണ് ഭഗവാൻ സൂര്യനെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലേക്ക് വന്നു ചേരുന്നത്. അതേപോലെ തന്നെ ഗായത്രി മന്ത്രം ദിവസവും ഒരു 3 ഉരു രാവിലെയും വൈകിട്ടും, രാവിലെ എഴുന്നേൽക്കുമ്പോഴും കട്ടിലിൽ ഇരുന്നു കൊണ്ട് തന്നെ ജപിച്ചുകൊണ്ട് എഴുന്നേൽക്കുക. അതേപോലെ കിടക്കാൻ പോകുന്ന സമയത്ത് കിടക്കയിൽ ഇരുന്നു കൊണ്ടും ഗായത്രി മന്ത്രം 3 ഉരു ജപിക്കുക. എന്ത് ഫലമുണ്ടാകുമെന്ന് ചോദിച്ചാൽ, ഓരോ ദിവസവും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ തെറ്റുകൾ ചെയ്യും. അതായത് ചെറിയ ചെറിയ കള്ളങ്ങൾ പറയും. നമ്മൾ നടന്നു പോകുന്ന വഴികളിൽ ചെറിയ പ്രാണികളെ, ഒരു ഉറുമ്പിനെ ആണെങ്കിൽ പോലും നമ്മളുടെ പാദം കൊണ്ട് അതിന് ഹാനി സംഭവിച്ചാൽ അത് നമ്മളെ ഉപദ്രവിക്കാതെ തന്നെ നമ്മൾ അറിയാതെ ചിലപ്പോൾ ചവിട്ടിയതാകും, സത്യം, അത് ശരി. പക്ഷേ അവിടെ ഒരു ഹാനി സംഭവിക്കുന്നുണ്ട്, ഒരു ജീവൻ നഷ്ടമാകുന്നു എന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പാദസ്പർശം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ദൃഷ്ടി കൊണ്ടോ അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ടോ ഒരു വ്യക്തിക്ക് ഏതെങ്കിലും വിധത്തിൽ ഹാനി സംഭവിച്ചെങ്കിൽ, ഞാൻ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയെങ്കിൽ അതിൻ്റെ ആ ഒരു ദോഷത്തെ കുറയ്ക്കാൻ രാത്രികാലങ്ങളിൽ ജപിക്കുന്നതായി ഗായത്രി മന്ത്രത്തിന് സഹായകമാകും, അല്ലെങ്കിൽ സാധ്യമാകും. അപ്പോൾ കിടക്കയിൽ ഇരുന്നു കൊണ്ട് 3 ഉരു ഗായത്രി മന്ത്രം ജപിച്ചിട്ട് കിടന്നു നോക്കൂ. നിങ്ങൾ അന്നേ ദിവസം അറിഞ്ഞോ അറിയാതെയോ, നമ്മൾ അറിഞ്ഞും ചിലപ്പോൾ തെറ്റുകൾ ചെയ്യും, ചിലപ്പോൾ അറിയാതെ ആ ഒരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടും ചിലപ്പോൾ തെറ്റുകൾ വന്നു പോകും. മനുഷ്യരല്ലേ, തെറ്റുകൾ വരും, സ്വാഭാവികം. അപ്പോൾ ആ തെറ്റിനെ എങ്ങനെയാണ് ക്ഷമ പറയേണ്ടത്? നമ്മൾ പശ്ചാത്താപമാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം എന്ന് പറയാറുണ്ട്. ആ ദിവസം ചെയ്ത, അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റിന് ഒരു പ്രായശ്ചിത്തം എന്നതുപോലെ നമ്മൾ കിടക്കയിൽ തന്നെ ഇരുന്നു കൊണ്ട് ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ്. അപ്പോൾ അത് വലിയ ഒരു പാപമോചനം, അല്ലെങ്കിൽ ആ പാപത്തിൽ നിന്ന് നമുക്ക് മോക്ഷം തരുന്ന ഒരു വലിയ മാർഗം തന്നെയാണ്. ഇവിടെ നമ്മൾ ആദിത്യ ഹൃദയം ജപിക്കാവുന്നതാണ് നിങ്ങൾക്ക് രാവിലെ. അപ്പം നാളത്തെ ദിവസം ചെയ്യേണ്ട കാര്യമാണ് ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുക. അത് നിങ്ങൾക്ക് നാളത്തെ ദിവസം ആരോഗ്യപരമായ ഒരു ശക്തി തരും, തൊഴിൽ പുരോഗതി ഉണ്ടാകുന്നതിനും സഹായിക്കും. നമ്മൾ ദിവസഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ നാളത്തെ ദിവസം കൊണ്ട് സൂര്യൻ മറഞ്ഞു പോവുകയല്ല, നിങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിന്, ഓരോ മനുഷ്യരുടെ ജീവിതത്തിന് ഒരു തെളിച്ചം വന്നു ചേരുന്നതിന് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കേണ്ടത് ഭഗവാൻ സൂര്യനോടാണ്. പിന്നീടാണ് മറ്റുള്ള ദൈവങ്ങളെ വരെ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ഇത് തുടർന്ന് നമുക്ക് ചെയ്തു പോകാവുന്നതാണ്. ഈ നാളെ ചൊവ്വാഴ്ചയായതിനാൽ ദേവീക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അടുത്ത് ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെയോ ചെറിയ ചെറിയ വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിച്ചാൽ ദോഷങ്ങൾ മാറി ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരും. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു, സൂര്യൻ പിതാവിൻ്റെ പ്രതീകം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം അച്ഛനമ്മമാരുടെ അനുഗ്രഹമാണ് ഏറ്റവും കൂടുതലായി നിങ്ങളിലേക്ക് എത്തേണ്ടത്. അപ്പോൾ പ്രധാന കാര്യങ്ങൾക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോഴോ അമ്മേ അച്ഛ എന്നൊക്കെ പറഞ്ഞ് അവരുടെ അടുത്ത് ചെന്ന് ആ പാദത്തിലൊന്ന് തൊട്ട് വന്ദിച്ച് ആ അനുഗ്രഹം അവരുടെ കൈ നമ്മുടെ നെറുകയിലേക്ക് വെച്ചിട്ടൊന്ന് ഇറങ്ങി പോയി നോക്കൂ. നിങ്ങൾ പോകുന്ന കാര്യം പൂർണ്ണ വിജയമായി നിങ്ങളിലേക്ക് വന്നു ചേരും. അപ്പോൾ ഇന്ന് നടന്ന ഈ സൂര്യസംക്രമണത്തിൻ്റെ ശുഭഫലങ്ങൾ നാളെ ചൊവ്വാഴ്ച മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. പോസിറ്റീവായ ചിന്തകളും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയും നമുക്ക് മറികടക്കാമെന്ന് നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ രാശിയും നക്ഷത്രവും ഏതാണെന്ന് ഇതിൽ നിന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക.
ഈ അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൃത്യമായ ജ്യോതിഷ വിവരങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നന്ദി, നമസ്കാരം.